ഓക്കെ. സോ ഗുഡ്സ് ഇപ്പം റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്ത് അത് പറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആണോ എന്ന് നോക്കി. അപ്പോൾ ഈ സപ്ലയർ ചെയ്ത് സാധനം കൊണ്ടുവന്ന ലോറി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അവർ പോയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഗുഡ്സ് ഇവിടെ തന്നു. റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ഗുഡ്സ് ഉണ്ട്. ദേ ആർ സ്റ്റിൽ വെയിറ്റിംഗ് ദെയർ. ഓക്കെ, അപ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്യും. ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, അതിനെ നമ്മൾ മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് എന്നും കൂടെ വിളിക്കും. ഇതിൻ്റെ 5 കോപ്പി പ്രിപ്പയർ ചെയ്യും. 5 കോപ്പീസ്. എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ പർട്ടിക്കുലർ സപ്ലയർ സെൻഡ് ചെയ്ത ഗുഡ്സ് ഈ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ്ഡ്, അതാണ് ഈ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഇതിൻ്റെ 5 കോപ്പി, ഒറിജിനൽ കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കും. ദെൻ ഇതെന്തിനാണ് അയക്കുന്നത്? ബിക്കോസ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയണം ഈ പർട്ടിക്കുലർ ഗുഡ്സ് ഇസ് റിസീവ്ഡ്. പിന്നെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, തേർഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ആൻഡ് ഫോർത്ത് സ്വന്തമായിട്ട് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഒരു കോപ്പി വെക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ 5 കോപ്പി പ്രിപ്പയർ ചെയ്യും. 5 കോപ്പി ഈ പറഞ്ഞിരിക്കുന്ന 5 പേർക്ക് സെൻഡ് ചെയ്യും. ഒറിജിനലി സെൻഡ് ടു ദി പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അറിയാമല്ലോ. അപ്പം ഗുഡ്സ് ഇപ്പം റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള സപ്ലയറിൻ്റെ ആൾക്കാർ ഇപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ്. ഓക്കെ, ഇനി റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നറിയോ? ഗുഡ്സ് റിസീവ് ചെയ്തിട്ട് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, പറഞ്ഞ സാധനമാണെന്ന് മാത്രം ചെക്ക് ചെയ്യും. ദെൻ ദേ സെൻഡ് ഇറ്റ് ടു ദി ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സ്മോൾ കമ്പനീസിന് ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവില്ല. അവർക്ക് ഒരാളായിരിക്കും ഉണ്ടാവുക ഒരു സ്റ്റോഴ്സിൽ, ഒരാൾ. അവർ തന്നെയായിരിക്കും ഫുൾ പ്രൊസീജിയറും ചെയ്യുന്നുണ്ടാവുക. ബട്ട് എസ് എഴുതാൻ എന്ത് വേണം? കുറേ പോയിന്റ്സ് വേണം. സോ വി ആർ ഡീലിംഗ് വിത്ത് എ ബിഗ് കൺസേൺ. ഓക്കെ, സോ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗുഡ്സ് ഇപ്പോൾ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് യു നോ ദാറ്റ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്? ടു ഇൻസ്പെക്ട് ദ ഗുഡ്സ്. എന്തൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം? ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ബ്രേക്കേജ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ക്വാണ്ടിറ്റി കമ്പയർ ചെയ്യുക. ഡാമേജ് ആയ പ്രോഡക്റ്റ്സ് എന്ത് ചെയ്യുക? തിരിച്ച് വരെ ലോറിയിൽ അവിടെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം ദിസ് ഇസ് നോട്ട് റിസീവ്ഡ്, അല്ലെ ദിസ് ഇസ് നോട്ട് അപ് ടു അവർ ക്വാളിറ്റി ഒക്കെ പറഞ്ഞ് ഇതെന്ത് ചെയ്യാം? തിരിച്ചയക്കാം. ഇതൊക്കെയാണ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. ഇവർ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ പേരാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഇതിലെന്തൊക്കെ ഉണ്ടാവുക? ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് റിസീവ്ഡ്, ക്വാളിറ്റി ഓഫ് ദ ഗുഡ്സ് റിസീവ്ഡ്, ആൻഡ് തിരിച്ച് നമ്മൾ റിട്ടേൺ ചെയ്ത ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസും എവിടെ ഉണ്ടാവും? ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിനകത്ത് അതും കൂടെ മെൻഷൻഡ് ആയിരിക്കും. ആൻഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൻ്റെ 3 copies ഹാവ് ടു ബി പ്രിപ്പയർഡ്. എത്ര കോപ്പി പ്രിപ്പയർ ചെയ്യണം? 3 copies ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഈ 3 കോപ്പിയിൽ ഒറിജിനൽ കോപ്പി സപ്ലയറിന് കൊടുക്കണം, പിന്നൊരു കോപ്പി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം, പിന്നൊരു കോപ്പി ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കയ്യിൽ ഫയൽ ചെയ്ത് വെക്കണം. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ റിട്ടേൺ ചെയ്ത ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഉണ്ടാവുന്നത് നിങ്ങൾ ഓർമ്മിച്ച് മെൻഷൻ ചെയ്യാം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതൊക്കെ ഈസിയാണ്. അപ്പോൾ ഇപ്പോഴും ആരാ അവിടെ ഉണ്ട്? സപ്ലറിൻ്റെ ലോറി കേട്ടാ. ഇവരെന്തിനു വെയിറ്റ് ചെയ്യുന്നതാവും അല്ലേ? ഓക്കെ, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഇനിയിപ്പം ഈ ഗുഡ്സ് എവിടെയാണോ അത് സ്റ്റോർ ചെയ്യേണ്ട അവിടെയൊക്കെ അവിടെ അയക്കും, അവിടെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് അറിയോ? ഗുഡ്സ് ഇവിടെ എത്തി, അപ്പം ആര് വരും എന്നറിയോ? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവർ അയച്ച പലതിൻ്റെയും കോപ്പീസ് ഇസ് റൈറ്റ്. നമ്മൾ പറഞ്ഞതിൽ പല കോപ്പീസും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അവരത് സെൻഡ് ചെയ്യും. ബട്ട് അത് ഗുഡ്സിൻ്റെ മേലെ അറ്റാച്ച്ഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യും. പ്രാക്ടിക്കലി നിങ്ങൾ അങ്ങനെ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ സ്റ്റോഴ്സിൽ ജോലി ചെയ്യുന്ന, ലോജിസ്റ്റിക്സിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്ന കാര്യം ഇതിൻ്റെ പുറത്ത്, അതായത് ഈ ഗുഡ്സിൻ്റെ മേലെ ഇതൊക്കെ ഈ റിപ്പോർട്ട്സ് ഒക്കെ അതിന് പുറത്തുണ്ടാവും. ഓക്കെ, സോ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ എല്ലാ കോപ്പീസും
സ്ക്രൂട്ടിനി ചെയ്യും, കമ്പയർ ചെയ്യും. എന്നിട്ട് ഇവരെന്തിനാ വെയിറ്റ് ചെയ്യുന്നല്ലോ? പൈസക്ക്, വേറെ എന്തിനല്ല. ഇവര് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കൊടുക്കും? ഇൻവോയ്സ്. ഈ വാങ്ങിച്ച ഗുഡ്സിന്റെ ബില്ല് അവരാർക്ക് കൊടുക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. സോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കയ്യിലുള്ള എല്ലാ റിക്വസിഷന്റെ കോപ്പി, പർച്ചേസ് ഓർഡറിന്റെ കോപ്പി, റിസീവ് ചെയ്ത കോപ്പി, ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ കോപ്പി എല്ലാം കമ്പയർ ചെയ്തിട്ട് ഈ ഇൻവോയ്സ് അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോ നമ്മളിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് പർച്ചേസിങ് ആ മെറ്റീരിയലിന്റെ പ്രൊസീജിയർ. First, source department send a purchase requisition to the purchase department. Purchase department inviting the quotations and the tenders, and after that purchase department select the best supplier. Best supplier they send a purchase order to the supplier. Supplier goods കൊണ്ട് ലോറിയിൽ വരുന്നു. Purchase supplier, when receiving department is receiving the goods and preparing goods receipt note. Goods receipt note prepare ചെയ്ത് കഴിഞ്ഞാൽ that is sent to the inspection department for inspection. Inspection department prepare inspection report. After that, this particular supplier is submitting the invoice to the purchasing department. Purchasing department is comparing the invoice with this requisition, purchase order, receiving note, etc., etc., and forwarding this invoice to the cost accounting department. സോ ഇത് അപ്പം തന്നെ പൈസയും വാങ്ങിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. അവർ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പേപ്പർ, ഒരു ഇതേപോലെ ഇൻവോയ്സിൻ്റെ കോപ്പിയിൽ ഒരു സീലൊക്കെ വെച്ചിട്ട് ഇവർക്ക് കൊടുക്കുകയും കേട്ടോ. പൈസയോ പിന്നെയും കുറേ പ്രാവശ്യം ഈ കമ്പനിയുടെ അക്കൗണ്ടൻറ്റുമാർ, ഈ കമ്പനിയിലെ അക്കൗണ്ടൻറ്റുമാരെ വിളിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ആ സമയത്ത് പൈസ കിട്ടുള്ളൂ. ഇറ്റ്സ് പ്രാക്ടിക്കലി ടോൾഡ്. ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഇതിൻ്റെ കോസ്റ്റിംഗ് പ്രൊസീജിയർ മാത്രം, അതായത് ഈ ബില്ല് റെഡി ആണോ എന്നൊക്കെ നോക്കി ബില്ല് അടിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒക്കെ പേയ്മെൻ്റ് ഒക്കെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്? സോ അതൊക്കെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടൻസിൻ്റെ ജോലിയാണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അവരാണ് പേയ്മെൻറ്റും കാര്യമൊക്കെ നോക്കുക. ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ ഒരു സംഭവം മാത്രം മതി. സോ ഇറ്റ്സ് എൻ എസ്സേ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇസ് പർച്ചേസിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ പർച്ചേസ് കൺട്രോൾ എന്നും പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ നോട്ട്സ് അയച്ചു തരും. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഓരോരോ ഇതിൻ്റെയും ഫോമാറ്റാണ്. ഫോമാറ്റ് ഓഫ് പർച്ചേസ് റിക്വസിഷൻ, ഫോമാറ്റ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓർഡർ, ഫോമാറ്റ് ഓഫ് ഗുഡ്സ് റിസീവ് നോട്ട്, അങ്ങനെയുള്ള കാര്യമാണ് ഇനി പറയാനുള്ളത്. സോ അതും കൂടി പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് തീരും. ഓക്കെ.